ഹലോ നമസ്കാരം, ലിന്നൂസ് ഫുഡ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചക്ക വരട്ടിയതാണ്. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. നല്ല കിഡിലൻ ടേസ്റ്റിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കാനായിട്ട് സാധിക്കും. അത് 30 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല തേൻ വരിക്ക ചക്കയാണ്. അപ്പോൾ ഇതിൻ്റെ കുരുവും പൊല്ലയെല്ലാം കളഞ്ഞിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2.25 കപ്പാണിത് ഉള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം. ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം വേവിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. 3/4 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായി നല്ല പാനി പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടയിൽ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാനിവിടെ എടുക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വയ്ക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി കിട്ടണം. അപ്പോൾ 5 ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് അതിലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്താണ് നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ചക്ക വരട്ടാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് പരന്ന ടൈപ്പ് പാത്രം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇച്ചിരി വിസ്തൃതിയുള്ള പാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കൊക്കെ നന്നായിട്ട് തെറിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ വിട്ട് കിട്ടുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിലാണ് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കണ്ടിന്യൂസ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ശർക്കരപ്പാനിയും അതുപോലെ ചക്ക പേസ്റ്റും നന്നായിട്ട് മിക്സായി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആവും. നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അടിക്ക് പിടിക്കില്ല, എന്നാൽ കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ആകത്തക്ക വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇത് പതിയെ നമ്മുടെ സൈഡിൽ കൈകളിലേക്കൊക്കെ തെറിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇച്ചിരി കൂടെ വലിയൊരു പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിതിൽ ചുക്കും ജീരകവും പൊടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ചക്കയുടെ ടേസ്റ്റ് മാത്രം മതി എന്ന് തോന്നുന്നവർക്ക് ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഞാനിവിടെ ചുക്കും ജീരകവും കൂടെ ചേർക്കുന്നത് ഗ്യാസ് ട്രബിൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ചുക്കും ജീരകവും കൂടെ നമുക്ക് ഈ സമയത്ത് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല മണമാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. അതുപോലെ ടിന്നിലാക്കി സൂക്ഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഈ ഗ്യാസ് സ്റ്റോപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്രത്തോളം ഇത് തിളച്ച് തെറിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പാത്രത്തിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് കേട്ടോ. ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ആണല്ലോ എന്ന് ഓർത്താണ് ഇങ്ങനെ എടുത്തത്, അല്ലെങ്കിൽ വലിയ ഉരുളി എടുത്ത് ചെയ്യുള്ളായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. ഇത് വെച്ചിട്ട് പായസവും അതുപോലെ അടയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇതിൻ്റെ കളറ് ശരിക്കും മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക്. ശരിക്കും ഈ സമയമൊക്കെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം. ശരിക്കും ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പാകമായിട്ട് കിട്ടുമ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിലോട്ട് വരും. നമുക്കിതുപോലെ തന്നെ
ഈ രീതിയിൽ തന്നെ ചെയ്തിട്ട് കുറച്ചധികം നെയ്യും അതുപോലെ തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ട് നമുക്ക് ചക്ക ഹൽവയും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അധികം മായമില്ലാത്ത വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ചക്ക ഹൽവയും നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചധികം നെയ്യും തേങ്ങാപ്പാലും വേണമെന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു ഭാഗമാകുമ്പോൾ നമുക്കിത് റെഡിയായെന്ന് മനസ്സിലാവും. ഇതിലേക്ക് ഇപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്കും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചുക്കും ജീരകവും കൂടെ പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂണോളം ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പാനിൽ നിന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചുക്കും ജീരകവും കൂടെ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കയും കൂടെ പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിത് വെച്ചിട്ട് ചക്കപ്പായസം അട ഉണ്ടാക്കിയ കാര്യം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ പാനിൽ നിന്ന് ഏകദേശം വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടുകയൊന്നും ചെയ്യരുത്, ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് പാകമായിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ഇത് ചക്കയുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നവർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ തന്നെ പുറത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചൂടാറിയതിന് ശേഷം ടിന്നിലോട്ട് മാറ്റുമ്പോൾ ടിന്നിൻ്റെ ഏറ്റവും ടോപ്പിങ്ങിലായിട്ട് കുറച്ച് പഞ്ചസാര നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കാനായിട്ട് പറ്റും. പൂപ്പലൊന്നും പെട്ടെന്ന് പിടിക്കില്ല. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റുള്ള ചക്ക വരട്ടിയതാണ്. അരമണിക്കൂറിൽ നമ്മൾ തയ്യാറാക്കി കറക്റ്റ് 30 മിനിറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.